അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വുളൂഇന്റെ രണ്ടാമത്തെ ഫർളാണ് മുഖം കഴുകുക എന്നുള്ളത്. ഒന്നാമത്തെ ഫർളായ നിയ്യത്തിനോട് ചേർന്നുകൊണ്ട് വേണം മുഖം കഴുകൽ ആരംഭിക്കുവാൻ. വുളൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യുന്നതിനോട് ചേർന്നുകൊണ്ട് തന്നെ മുഖം കഴുകാൻ ആരംഭിക്കണം. മുഖത്തിന്റെ പരിധി നമ്മുടെ നെറ്റിയുടെ മുകളിൽ സാധാരണഗതിയിൽ മുടി കിളിക്കാറുള്ള സ്ഥലം മുതൽ, മുടി കിളിക്കാൻ ആരംഭിക്കുന്ന സ്ഥലം മുതൽക്ക് താടിയെല്ലിന്റെ അടിഭാഗം വരെയും വീതിയിൽ ഒരു ചെവിക്കുണ്ട് മുതൽ മറ്റേ ചെവിക്കുണ്ട് വരെയുമാണ് മുഖത്തിന്റെ പരിധി. സാധാരണഗതിയിൽ മുടി മുളക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞതുകൊണ്ട് കഷണ്ടിയുള്ള ആളുകൾ അവരുടെ മുടി കിളിക്കുന്നത് കഴിച്ചുള്ള ഭാഗം മുഴുവനും കഴുകൽ നിർബന്ധമില്ല. മറിച്ച് സാധാരണഗതിയിൽ മുടി മുളയ്ക്കുന്ന ഭാഗം മുതൽക്ക് കഴുകിയാൽ മതിയാകും. ഈ പറഞ്ഞ പരിധിയിൽ വരുന്ന സ്ഥലത്തുള്ള രോമവും തൊലിയും അതിൻ്റെ ഉള്ളും പുറവും കഴുകൽ നിർബന്ധമാണ്. അതേ സമയത്ത് തിങ്ങിയ താടിയുള്ളവർ, തിങ്ങിയ താടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാളുടെ താടിയുടെ ഉള്ളിലൂടെ അയാളുടെ തൊലി കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള തിങ്ങിയ താടിയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ ആ തരത്തിൽ തിങ്ങിയ താടിയുള്ളവർ അവരുടെ താടിയുടെ ഉള്ളു കഴുകൽ നിർബന്ധമില്ല. എന്നിരുന്നാൽ തന്നെയും ആ തിങ്ങിയ താടിയുള്ളവർ അവരുടെ തിങ്ങിയ താടി തിക്കകറ്റി അതിൻ്റെ ഉള്ളു കഴുകൽ പ്രത്യേകം സുന്നത്തുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കും. ഈ പറഞ്ഞ പരിധിയിലുള്ള ഭാഗം മുഖം കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൈ രണ്ടും മുട്ടോടുകൂടി കഴുകുക മൂന്നാമത്തെ ഫർളാണ്. കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുക. മുട്ടുവരെ എന്നല്ല, പലപ്പോഴും പലരും വുളു എടുക്കുന്ന അവസരത്തിൽ മുട്ടുവരെ കഴുകും. മുട്ട് ഉൾപ്പെടെ കഴുകണം. അതായത് മുട്ടിൽ നിന്ന് അല്പം കയറ്റി കഴുകിയെങ്കിൽ, മുട്ടിന്റെ മുകളിൽ വെച്ച് കഴുകിയെങ്കിൽ മാത്രമേ മുട്ടുൾപ്പെടെ കഴുകാൻ കഴിയുകയുള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിന് വിളിക്കപ്പെടും കൈകാലുകളും മുഖവും കൈകാലുകളും പ്രകാശിച്ചവരെ എന്ന്. എൻ്റെ ഉമ്മത്തിനെ വുളൂഇന്റെ അടയാളത്താൽ മുഖവും കൈകാലുകളും പ്രകാശിച്ചവരെ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി മുഖവും കൈകാലുകളും നിങ്ങൾ കയറ്റി കഴുകുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ മുഖത്തിന്റെ നാം പറഞ്ഞ പരിധി, ആ പരിധിക്കപ്പുറത്തേക്ക് മുഖം കഴുകുമ്പോൾ അല്പം കയറ്റി കഴുകണം. അതുപോലെ തന്നെ കൈകൾ രണ്ട് കൈകൾ മുട്ടോടുകൂടി കഴുകുന്ന അവസരത്തിലും കഴുകുമ്പോൾ അല്പം കയറ്റി കഴുകണം. സഹാബത്തിൽ പലരും തോളുവരെ കഴുകുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ പരമാവധി കയറ്റി കഴുകുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പരിധിയിലുള്ള രോമങ്ങളും തൊലിയും പൂർണ്ണമായും നനഞ്ഞു, അതെല്ലാം അവിടെയെല്ലാം വെള്ളം ചേർന്നു എന്ന് ഉറപ്പുവരുത്തുന്ന രൂപത്തിൽ കഴുകണം. ആ രൂപത്തിൽ കഴുകിയെങ്കിൽ മാത്രമേ നമ്മുടെ വുളൂ ശരിയാവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി